പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും ഗാർലൻഡ് TV യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ഇംഗ്ലീഷ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെറിയ സ്റ്റോറിയാണ്. കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന ഒരു പങ്ക്തിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഒരു ഭാഷാ പഠനത്തിൽ പദസമ്പത്ത് വൊക്കാബുലറി വളരെ പ്രാധാന്യമാണ്. നമുക്ക് ഗ്രാമറെല്ലാം അറിയാമെങ്കിലും അതിൽ സംസാരിക്കണമെങ്കിൽ വ്യത്യസ്തമായ പദങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പദസമ്പത്തുണ്ടാക്കാൻ നമുക്ക് വ്യത്യസ്തമായ വഴികളുണ്ട്. നമുക്ക് വായനയിലൂടെ പദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നിശ്ചിത വേർഡ്സുകൾ ബൈഹേർട്ട് ചെയ്തുകൊണ്ട് പദസമ്പത്തുണ്ടാക്കാം. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു മെത്തേഡാണ് ദിവസവും 5 വേർഡ്സ് വെച്ച് ബൈഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പദങ്ങൾ നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരു ദിവസം 5 വേർഡ്സ് വെച്ച് ബൈഹേർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് എത്ര വേർഡ്സ് പഠിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ പലപ്പോഴും അത്തരം മെത്തേഡിലൂടെ പഠിക്കുമ്പോൾ അത് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഒഴിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ മടി കാരണമോ ദിവസവും വേർഡ്സ് പഠിക്കാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെ പഠിച്ചാൽ തന്നെയും ആവശ്യമാകുന്ന സമയത്ത് ഓർമ്മയിൽ വന്നുകൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ വളരെ രസകരമായ വലിയ റിസ്ക് ഇല്ലാത്ത ഒരു മെത്തേഡാണ് ഈ സ്റ്റോറിയിലൂടെ പദങ്ങൾ പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കേട്ടുപോയ അറിയാവുന്ന സ്റ്റോറിയാണെങ്കിലും അത് നമ്മൾ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നമുക്ക് പഠിച്ച് മറന്നുപോയ വാക്കുകൾ ഓർത്തെടുക്കാൻ ഇതൊരു അവസരമാകും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഗാർലൻഡ് TVയിൽ അപ്ലോഡ് ചെയ്യുന്ന പങ്ക്തികൾ സ്ഥിരമായി കേട്ടാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിച്ചു വരുന്നത് അറിയാൻ സാധിക്കും. ഇംഗ്ലീഷ്, ഉറുദു ഭാഷകൾ പഠിക്കുന്ന ആളുകൾക്ക് അവരറിയാതെ അവരുടെ ലാംഗ്വേജിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നല്ല കമൻറ്റുകൾ നൽകാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഗോൾഡ് കോയിൻ ആൻഡ് സെൽഫിഷ് മാൻ. ഗോൾഡ് കോയിൻ ആൻഡ് സെൽഫിഷ് മാൻ, സ്വർണ്ണ നാണയവും സ്വാർത്ഥനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. സാം വാസ് എ ഗ്രീഡി ആൻഡ് സെൽഫിഷ് മാൻ. നമ്മുടെ സാം എന്നുള്ള കഥാപാത്രം വളരെയധികം ഗ്രീഡിയും സെൽഫിഷുമായ ഒരു മനുഷ്യനാണ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ വളരെ അത്യാർത്ഥിയും സ്വാർത്ഥനുമാണ്. ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടണം, പണം വർദ്ധിപ്പിക്കണം എന്ന ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളൂ. അങ്ങനെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു മനുഷ്യനാണ് സാം. He always desired to have lots and lots of money. അദ്ദേഹത്തിൻ്റെ എപ്പോഴുമുള്ള ചിന്ത കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കണം, കൂടുതൽ പണം ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു. And never hesitated to cheat others to make money. പണമുണ്ടാക്കാൻ, മറ്റുള്ളവരെ വഞ്ചിക്കാൻ ഒരിക്കലും മടിക്കാത്തവനാണ്. പണത്തിന് വേണം, അതിനു മുന്നിൽ എന്തും ത്യാഗവും സഹിക്കാനും, ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും പണം ഉണ്ടാക്കുക എന്ന ഒരേ ഒരു ചിന്ത മാത്രമാണ് നമ്മുടെ ഈ മനുഷ്യനുണ്ടായിരുന്നത്. Also, he never wished to share anything with others. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അദ്ദേഹം ആരുമായി പങ്കുവെക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തിന് തടസ്സമാകുമെന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന് ഒരു കാര്യങ്ങളും ആരോടും പങ്കുവെക്കാറില്ല. വെറും പണം ഉണ്ടാക്കണമെന്ന ഒരു ചിന്ത മാത്രം. He paid very low wages to his servants. അദ്ദേഹത്തിൻ്റെ വേലക്കാർക്ക് അദ്ദേഹം വളരെ തുച്ഛമായ ശമ്പളമാണ് കൊടുത്തിരുന്നത്. കൂടുതൽ കൂലി കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ പണം കുറയുമോ എന്നുള്ള ചിന്ത കാരണം എത്ര വലിയ ജോലി ചെയ്യുന്നവർക്കും വളരെ ചെറിയ തുച്ഛമായ കൂലിയാണ് ഈ സാം കൊടുത്തിരുന്നത്. However, one day he learned a lesson. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒരു പാഠം പഠിച്ചു. ഒരു ദിവസം അദ്ദേഹം ഒരു പാഠം പഠിച്ചു. That changed his life forever. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. പലരുടെ ജീവിതത്തിലും പല സംഭവങ്ങൾ, പല വഴിത്തിരിവുകൾ, ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകും. ആ ടേണിംഗ് പോയിന്റ് മുഖേന അവരുടെ ജീവിതം തന്നെ മാറിമറിയാറുണ്ട്. അവരുടെ സ്വഭാവങ്ങളും അവരുടെ ജീവിത ശൈലിയും എല്ലാം മാറ്റിമറിച്ച പല സംഭവങ്ങളും പലരുടെ ജീവിതത്തിലും ഉണ്ടാവും. എന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഇറ്റ് സോ ഹാപ്പൻ, ഇതിങ്ങനെയാണ് സംഭവിച്ചത്. That one day a small bag that belonged to Sam was missing. ഒരു ദിവസം ഈ സാമിൻ്റെ ഒരു ബാഗ് നഷ്ടപ്പെടുകയാണ്. പണം ആർത്തിയുള്ള അദ്ദേഹത്തിന് ബാഗ് വളരെ പ്രധാനമാണ്. ആ ബാഗ് ഒരു ദിവസം നഷ്ടപ്പെടുന്നു. The bag had 50 gold coins in it. ആ ബാഗിൽ 50 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ബാഗല്ല നഷ്ടപ്പെട്ടത്, ആ ബാഗിനകത്ത് 50 സ്വർണ്ണ നാണയങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു ബാഗ് നമ്മുടെ സാം എന്ന അത്യാർത്ഥിയായ മനുഷ്യനെ നഷ്ടപ്പെടുകയാണ്. സാം സെർച്ച്ഡ് ഹൈ ആൻഡ് ലോ ഫോർ ദി ബാഗ്. സാം ഈ ബാഗിന് വേണ്ടി സകല സ്ഥലത്തും തിരഞ്ഞു, എല്ലായിടത്തും തിരഞ്ഞു. But could not find. പക്ഷേ അദ്ദേഹത്തിന് ബാഗ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. Sam's friends and neighbors joined in this search. ഇത് കേട്ടറിഞ്ഞ്
സാമിൻ്റെ ഫ്രണ്ട്സും അയൽവാസികളുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ ബാഗ് അന്വേഷണത്തിൽ പങ്കുചേർന്നു. ബട്ട് all their efforts were in vain. പക്ഷേ അവരുടെ എല്ലാ പരിശ്രമവും വൃഥാവിലായിപ്പോയി. ആർക്കും ബാഗ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, the 10-year-old daughter of a man working for Sam found the bag. ഈ സാമിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരൻ്റെ, ഒരു തൊഴിലാളിയുടെ 10 വയസ്സുള്ള ഒരു മകൾ ഈ ബാഗ് കണ്ടെത്തി. She told her father about it. അവൾ തൻ്റെ ഈ ബാഗ് കിട്ടിയ കാര്യം സ്വന്തം പിതാവിനോട് പറഞ്ഞു. Her father identified the bag as the one that was missing. ഇവരുടെ ഫാദർ തിരിച്ചറിഞ്ഞു ഈ ബാഗ് തൻ്റെ മുതലാളിയുടെ നഷ്ടപ്പെട്ട ബാഗാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. And immediately decided to take it to his master. അദ്ദേഹം വളരെ പെട്ടെന്ന് ഇതെൻ്റെ മുതലാളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. He gave the bag back to his master Sam. അദ്ദേഹം ഈ ബാഗ് തൻ്റെ മുതലാളിയായ സാമിന് തിരിച്ചു കൊടുത്തു. And asked him to check whether the bag had a 50 gold coin. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഇതിൽ 50 ഗോൾഡ് കോയിൻ ഇല്ലേ? ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയ പോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിലൊന്നുപോലും ഞാൻ എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിൽ 50 ഗോൾഡ് കോയിൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. Sam was exultant to get the coins back. അദ്ദേഹത്തിൻ്റെ ആ ഗോൾഡ് കോയിൻ തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം വളരെയധികം ആഹ്ലാദത്തിലായി. കാരണം പണത്തിനോട് വലിയ ആർത്തിയുള്ള ആളാണ്. അതല്ലെങ്കിൽ പോലും നമ്മൾ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടുമ്പോൾ വല്ലാത്ത ആഹ്ലാദമുണ്ടാകും. ഈ ആഹ്ലാദം സാമിനും ഉണ്ടായി. സാധാരണ നമുക്കങ്ങനെ ഒരു ആഹ്ലാദം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വന്ന ആൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കും. ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് കൊടുത്ത് ആ സന്തോഷത്തോടുകൂടി പിരിച്ചുവിടാറാണ് ഉണ്ടാവാറ്. എന്നാൽ സാം എന്ത് ചെയ്തു? പക്ഷേ സെൽഫിഷും ഗ്രീഡിയുമായ അത്യാർത്ഥിയായ പണസമ്പാദനം മാത്രം ലക്ഷ്യം വെച്ച ഈ സാം അത്തരമൊരു സന്തോഷ നിമിഷത്തിൽ പോലും ഇവിടെ പണമുണ്ടാക്കാനുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയത്. അദ്ദേഹം എന്ത് ചെയ്തു? ബട്ട് ഹി ഡിസൈഡഡ് ടു പ്ലേ എ ട്രിക്ക്. ഇത്തരമൊരു സാഹചര്യത്തിലും ഒരു ട്രിക്ക് കളിക്കാനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്ത. ഹി ഷൗട്ടഡ് അറ്റ് ഹിസ് വർക്കർ. അദ്ദേഹം ഈ വന്ന അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയോട് ഒച്ച വച്ചു. There were 55 gold coin in this bag. ഇതിൽ 75 ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു. ബട്ട് യു ഗേവ് മീ ഓൺലി 50. നീ ആകെ എനിക്ക് 50 തന്നെ തന്നിട്ടുള്ളൂ. Where are the other coins? മറ്റുള്ള കോയിൻസുകളൊക്കെ എവിടെ പോയി? അദ്ദേഹം പറയുകയാണ്, ഇതിൽ 75 ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു, നീ ആകെ 50 തന്നിട്ടുള്ളൂ, മറ്റുള്ളതൊക്കെ എവിടെ പോയി? യു ഹാവ് സ്റ്റോളൻ ദെൻ. നീ അതെല്ലാം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഈ വർക്കറെ, പണം കൊണ്ടുവന്ന ബാഗ് കൊണ്ടുവന്ന ആ തൊഴിലാളിയുടെ മുമ്പിൽ ഒച്ച വെച്ചു. ദ വർക്കർ വാസ് ഷോക്ക്ഡ്. ഇത് കേട്ടപാടെ ആ തൊഴിലാളി ആകെ ഞെട്ടിത്തെറിച്ചു പോയി. ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു തെറ്റ് ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം ആകെ തകർന്നുപോയി. ടു ഹിയർ ദീസ്, ഇത് കേട്ടപ്പോൾ ആകെ അദ്ദേഹം ഷോക്കായി. ആൻഡ് പ്ലീഡഡ് ഹിസ് ഇന്നസെൻറ്റ്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം വാദിച്ചു, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത വാദിച്ചു. ഞാനത് എടുത്തിട്ടില്ല, എനിക്ക് കിട്ടിയത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി വാദിച്ചു നോക്കി. സെൽഫിഷ് ആൻഡ് ഗ്രീഡി സാം ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദി വർക്കർ സ്റ്റോറി. അത്യാർത്ഥിയും സ്വാർത്ഥമോഹിയുമായ ഈ സാം ഇദ്ദേഹത്തിൻ്റെ തൊഴിലാളിയുടെ ആ സ്റ്റോറി കേൾക്കാൻ നിന്നില്ല. ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ദി ഇഷ്യൂ ടു ദി കോർട്ട്. അദ്ദേഹം ഈ ഇഷ്യൂ കോടതിയിലെത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും കോടതിയിലെത്തി. ദ ജഡ്ജ് ഹിയർഡ് ദി ബോത്ത് സൈഡ്. ജഡ്ജ് രണ്ട് വാദവും കൃത്യമായി കേട്ടു. രണ്ടാളുടെ വാദങ്ങളും കൃത്യമായി കേട്ടു. ഹി ക്വസ്റ്റൻഡ് ദി ഡോട്ടർ ആൻഡ് ദി വർക്കർ. ഈ തൊഴിലാളിയെയും അവരുടെ മകളെയും ജഡ്ജ് നന്നായി ചോദ്യം ചെയ്തു. അബൌട്ട് ദി നമ്പർ ഓഫ് കോയിൻ ദേ ഹാവ് ഫൗണ്ട് ഇൻ ദി ബാഗ്. നിങ്ങൾ ആ ബാഗിൽ കണ്ട പണത്തെക്കുറിച്ച്, ഗോൾഡ് കോയിനെ കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്തു. എത്ര ഗോൾഡ് കോയിനാണ് നിങ്ങൾ അവിടെ കണ്ടത്? ആൻഡ് ദേ അഷ്യൂർഡ് ഇറ്റ് വാസ് ഓൺലി 50. അവർ ഉറപ്പിച്ച് പറഞ്ഞു, ആകെ അതിൽ 50 ഗോൾഡ് കോയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളതിലൊന്നും എടുത്തിട്ടില്ല, കിട്ടിയത് കൃത്യമായി ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഹി ക്രോസ് എക്സാമിൻഡ് സാം. അങ്ങനെ ജഡ്ജ് നെക്സ്റ്റ് സാമിനെ ചോദ്യം ചെയ്തു. സാമിനെ ക്രോസ് വിസ്താരം നടത്തി. ആൻഡ് സാം റിപ്ലൈഡ്, യെസ് മൈ ലോർഡ്. സാം മറുപടി പറഞ്ഞു, അതെ ലോർഡ്. ഐ ഹാഡ് 75 ഗോൾഡ് കോയിൻ ഇൻ മൈ ബാഗ്. എൻ്റെ ബാഗിൽ 75 ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഗേവ് മീ ഓൺലി 50. അവരാകെ എനിക്ക് 50 തന്നിട്ടുള്ളൂ. Hence, it is quite obvious that they have stolen 25 coins. വളരെ കൃത്യവും വ്യക്തമാണ്, ഇവർ 25 ഗോൾഡ് കോയിൻ മോഷ്ടിച്ചതാണ്. അതിൽ 75 ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ 50 അവർ തന്നിട്ടുള്ളൂ. The judge then asked, are you sure that you had 75 ഗോൾഡ് കോയിൻ? സാമിനേക്ക് ഉറപ്പുണ്ടോ എൻ്റെ ബാഗിൽ 75 ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു? ഉറപ്പുണ്ടോ? ജഡ്ജ് ചോദിച്ചു. സാം നോഡഡ് വിഗറസ്ലി. സാം നിശ്ചയദാർഢ്യത്തോടെ ഉറപ്പിച്ച് പറഞ്ഞു, തലയാട്ടി. അതെ, അതിൽ 75 ഗോൾഡ് ഉണ്ടായിരുന്നു. ജഡ്ജ് then made the judgment. രണ്ടാളെ വാദവും കേട്ട ശേഷം രണ്ടാളും അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് ജഡ്ജ് അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവന നടത്തി.
Since Sam lost a bag of 75 gold coin, സാമിന് 75 ഗോൾഡ് കോയിനുള്ള ബാഗാണ് നഷ്ടപ്പെട്ടത് എന്നതിനാൽ and the bag found by the girl had only 50 gold coins, ഈ പെൺകുട്ടി കണ്ടെത്തിയ ബാഗിൽ 50 ഗോൾഡ് കോയിൻ മാത്രമേ ഉള്ളൂ എന്നതിനാലും it is obvious that the bag that was found does not belong to Sam. ഇവിടുത്തെ വളരെ വ്യക്തമാണ് എന്ത്, the bag that was found does not belong to Sam. ഈ കണ്ടെത്തിയ ബാഗ് അത് സാമിൻ്റെ ബാഗല്ല, it was lost by someone else. ഇത് മറ്റാരുടെയോ നഷ്ടപ്പെട്ട ബാഗാണ്. കാരണം സാമിൻ്റെ ബാഗിൽ 75 ഗോൾഡ് കോയിൻ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, ഇവർ കിട്ടിയ ബാഗിൽ 50 ഗോൾഡ് കോയിൻ ഉള്ളൂ എന്ന് ഇവർ ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട് കിട്ടിയ ബാഗ് സാമിൻ്റെ ബാഗല്ല, ഇത് മറ്റാരുടെയോ ബാഗാണ്. If anyone finds a bag of 75 gold coins, I will declare that it belongs to Sam. ഇനി ആരെങ്കിലും 75 ഗോൾഡ് കോയിൻ അടങ്ങിയ ഒരു ബാഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് സാമിൻ്റെ ആണെന്ന് ഞാൻ പ്രഖ്യാപിക്കും. As there is no complaints about the loss of 50 gold coins. 50 ഗോൾഡ് കോയിൻ അടങ്ങിയ ഒരു ബാഗ് നഷ്ടപ്പെട്ടതായിട്ട് ഇതുവരെ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തതിനാൽ I order that the girl and his father to take those 50 coins. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യുന്നു, ഈ 50 ഗോൾഡ് കോയിൻ അടങ്ങിയ ബാഗ് ഇത് ഈ വർക്കറിനും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്യുകയാണ്. As a token of appreciation for their honesty. അവരുടെ വിശ്വാസതയ്ക്കുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലക്ക് ഈ 50 ഗോൾഡ് കോയിൻ ഇവർക്ക് സമ്മാനമായി ഞാൻ കൊടുക്കുകയാണ്. ഇനി 75 ഗോൾഡ് കോയിൻ അടങ്ങിയ ഒരു ബാഗ് കിട്ടുകയാണെങ്കിൽ അത് സാമിന് കൊടുക്കും. കിട്ടില്ല എന്നുള്ള ഉറപ്പ് ആർക്കും സാമിനും ഉണ്ട്. സാമിനാകെ നിരാശയായി. അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട 50 ഗോൾഡ് കോയിൻ തിരിച്ചു കിട്ടിയപ്പോൾ പോലും അതിൽ 25 എണ്ണം എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്നുള്ള ട്രിക്ക് പ്രയോഗിച്ചപ്പോൾ ഉള്ളത് നഷ്ടപ്പെട്ടു. ഇതാണ് അത്യാകൃതിയുള്ള അതിമോഹിയായ ആളുകൾക്കുള്ള പ്രതിഫലം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം, ഹോണസ്റ്റ് വിൽ ആൾവേസ് ബി റിവാർഡഡ്. സത്യസന്ധത, വിശ്വസ്തത അത് എപ്പോഴും എന്താവും, പ്രതിഫലം നൽകപ്പെടും. അത് വളരെ നല്ല സ്വഭാവമാണ്. ആൻഡ് ഗ്രീഡ് പണിഷ്ഡ്, ആർത്തി അത് പണിഷ്ഡാണ്, അതിന് ശിക്ഷ നൽകപ്പെടും. ഈ സ്റ്റോറിയുടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്റ്റോറിയിൽ പറഞ്ഞ വേർഡ്സുകളെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നടത്താനുള്ളത്. കാരണം നമ്മൾ ഈ സ്റ്റോറി കേട്ടത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലക്കല്ല, മറിച്ച് ഈ സ്റ്റോറിയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിൽ പരാമർശിച്ച വേർഡ്സുകളെ കുറിച്ചുള്ള ഒരു ചർച്ച കൂടി ഈ വീഡിയോ ഉൾപ്പെടുത്താൻ കരുതിയിരുന്നു. പക്ഷേ ഈ വീഡിയോ ലെങ്തി ആകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആ വേർഡ്സിനെ കുറിച്ചുള്ള ചർച്ച അടുത്ത ആഴ്ചത്തെ വീട്ടിലേക്ക് നീട്ടിവെക്കുകയാണ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത വ്യാഴാഴ്ച രാവിലെ 6:30 നമ്മുടെ ഗാർലൻഡ് TV യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇപ്പോൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിശ്ചിത സമയമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 6:30 ഗാർലൻഡ് TV യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച 6:30 അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഇന്ന് നമ്മൾ കേട്ട സ്റ്റോറിയിലെ വേർഡ്സുകളെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായിരിക്കും. നിങ്ങളത് മറക്കാതെ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളൊരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും ഉണ്ടാകും. ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ നിങ്ങൾ ഈ ഗാർലൻഡ് TV യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു. വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് ഉറുദു ഭാഷകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ 9037246466 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് റിക്വസ്റ്റ് അയക്കുക.